ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാനാണെങ്കിൽ കുറച്ച് സാധനമൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ അതിനകത്ത് ഞാൻ പോണതും വരുന്നതും ഒക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിൽ നടന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാനാണെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ഒന്നും എൻ്റെ കൂടെ വന്ന വൃത്തികെട്ടവൻ എടുത്തില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്ഥലത്ത് പോയതോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ പോണതും ഉണ്ട് വരുന്നതും ഉണ്ട്, അല്ലാണ്ട് അതിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള സംഭവമൊന്നുമില്ല. അപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു എന്തായാലും സംഭവം ഒന്നും ആ ക്ലിപ്സ് ഒന്നും കിട്ടിയില്ല. അപ്പോഴത്തേനും പിന്നെ എന്താ സാധനമൊക്കെ മേടിച്ച് എന്നുള്ളത് കാണിച്ചു തരാമോ എന്ന്. അപ്പം ഞാൻ എന്തായാലും അതിൽ പോയിട്ട് മേടിച്ച സാധനത്തിൻ്റെയോ എന്തൊക്കെയാണ് മേടിച്ചതെന്നോ അല്ലെങ്കിൽ കടയിൽ ഷോപ്പ് ചെയ്യുന്ന വീഡിയോ ക്ലിപ്സ് ഒന്നും എനിക്കില്ല, ദൈവം സഹായിച്ചിട്ട്. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ ഇന്ന് എന്തൊക്കെയാണ് ഞാൻ മേടിച്ചതെന്നുള്ളത് ഈ വീഡിയോയിൽ കാണിച്ചു തരാമെന്ന്. ഞാൻ മെയിനായിട്ട് കുറച്ച് ഡ്രസ്സാണ് എടുത്തത്. അതിൽ ഒരു 3-4 ഞാൻ ഇന്ന് കാണിച്ചു തരാം. പിന്നെ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ലിപ്സ്റ്റിക്കും, അത് സ്റ്റുഡിയോയിൽ നിന്ന് കേട്ടോ. അത് കുറച്ച് ലിപ്സ്റ്റിക്കും അത് ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. കുറച്ച് ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു, സാൻഡൽസ് ചെരുപ്പൊരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ അതിൽ ഞാൻ എടുത്തിട്ടുള്ള ഡ്രസ്സൊക്കെ ഇനി ഞാൻ കാണിച്ചു തരാം. ഒരു 3-4 ഡ്രസ്സ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിൽ കടയിൽ നിന്ന് പോയിട്ട് മേടിച്ച ഡ്രസ്സ് മാത്രമല്ല അതിനകത്തുള്ളത്, കുറച്ച് ഞാൻ ഓൺലൈൻ പർച്ചേസും ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് പെയറാവുന്ന രീതിക്കാണ് കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളത്. സോ അപ്പോൾ ഞാൻ പോയിട്ട് അതൊക്കെ ഇട്ടിട്ട് വരാം, എന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോ നോക്കാം. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സുകളെല്ലാം ഒന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ 2 ഡ്രസ്സിനകത്ത് 2 ഇടത്തേക്ക് ഇരുന്നിട്ട് ഇങ്ങനെ കിണുകിണ കാര്യം പറയുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇത് 2 ദിവസം എടുത്ത വീഡിയോ ആണ്. മറ്റേത് വേറെ ദിവസവും ഇത് വേറെ ദിവസം എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ മറ്റേത് എടുത്തിട്ട് എന്തോ വലിയ തിരക്കായതുകൊണ്ടാണ് എനിക്ക് ഇത് എടുക്കാൻ പറ്റാഞ്ഞത്. പക്ഷെ അങ്ങനൊന്നുമല്ല, ഒരു തിരക്കും ഇല്ല. അഹങ്കാരം കാരണം എടുക്കാത്ത എനിക്ക് ഭയങ്കര മടിയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഞാൻ അവിടെ പാതി വഴിയിലിട്ടിട്ട് പിന്നെ അടുത്തതിൻ്റെ പുറകെ പോകും. അപ്പോൾ അങ്ങനെ പോയതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റാഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 2 ഡ്രസ്സിനകത്ത് 2 ഇടത്ത് ഇരുന്നിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് ഇത് പാൻറ്റാണ്, തിരിച്ചൊക്കെ ഇട്ടേക്കുക. അത് നേരെ വെക്കാനുള്ള മടി കാരണം തിരിച്ചിട്ടേക്കുക. ഇതൊരു കൊറിയൻ ബാഗിയാണേ. ഇതാണ് ഒരു കൊറിയൻ ബാഗിയാണ് സംഭവം. കണ്ടുകൂടെ പോക്കറ്റൊക്കെ ഉണ്ട് എനിക്ക്, കണ്ട പോക്കറ്റിലൊക്കെ നമുക്ക് എന്തെങ്കിലും കിട്ടൊക്കെ വെക്കാം ഗൈസ്. സോ ഇതൊരു കൊറിയൻ ബാഗിയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ റേറ്റ് എത്രയായിരുന്നു? റേറ്റ് ഇല്ലേ, ഇത് 699 ആയിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത്. സോ ഇതിൻ്റെ കൂടെ ഇതൊരു ഒരു ലൈറ്റ് പിങ്ക് കൂട്ടുള്ള ഒരു കളറാണ്. സോ ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യുന്നത് ഒരു വൈറ്റ് കളറാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഈ വൈറ്റ് കളർ സാധനമാണ് ഞാൻ അതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. എൻ്റെ ബാഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര സെറ്റായിട്ട് കുറച്ച് ഇറങ്ങിയിട്ടൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നൊരു സംഭവം. ഇതിൻ്റെ റേറ്റ് വന്ന് 298 ആയിരുന്നു. സോ ഇതിൻ്റെ കൈ ഭയങ്കര വള്ളിക്കൂട്ടുള്ള സാധനമാണ്. അപ്പം ഞാൻ ഇത് രണ്ടും കൂടാണ് പെയർ ചെയ്തേക്കുന്നത്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇനി അടുത്തതെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഞാൻ മേടിച്ചൊരു സ്കേർട്ടാണ്. ഇത് ഓൺലൈനിൽ നിന്നാണേ. ഞാൻ അതിൻ്റെ ലിങ്ക് എല്ലാം ഷോർട്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഷോർട്സിനകത്ത് ഇതിനെ പറ്റിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ അതിനകത്ത് കാര്യം കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേടിക്കാനുള്ള ലിങ്കെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബട്ടൺ ഇടാൻ പറ്റുന്നില്ല. ഓക്കെ, ഇട്ടു. ഇത് ഫുള്ള് ബട്ടൺ ഇടുന്നൊരു സ്കേർട്ടാണ്, ഫുള്ള് അങ്ങനത്തെയാണ്. അതായത് ഇങ്ങനത്തെ ഒരു സ്കേർട്ട് ടൈപ്പാണ്. ഇതിൻ്റെ ബാക്കിലാണെങ്കിൽ എലാസ്റ്റിക് വരുന്നുണ്ട്. സോ നമുക്ക് നമ്മുടെ സെറ്റ് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഇറുകിയിട്ടൊക്കെ ഇരിക്കാൻ പറ്റും. ഇതിൻ്റെ ബാക്കിൽ എലാസ്റ്റിക് വരുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് സൈസ് 30 ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ എന്താ പെയർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡെനിം കൂട്ടുള്ളൊരു മെറ്റീരിയലാണേ. അപ്പം ഒരു ബ്ലൂ കളറൊക്കെ ആയതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഈ ബ്ലൂവിൻ്റെ കൂടെ ഒക്കെ വൈറ്റ് ഒക്കെ ഇട്ടിട്ട് പെയറാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതിൻ്റെ കൂടെ ഞാനാണെങ്കിൽ ഇതും ഒരു കൊറിയൻ ഡ്രസ്സാണ്, ഒരു കൊറിയൻ ക്യൂട്ട് ടോപ്പാണിത്. കണ്ടില്ല, ഇതിനകത്തിങ്ങനെ ഭയങ്കര ഹോൾസ് പോലെയൊക്കെ വന്നിട്ട് ഇത് ട്രാൻസ്പെറൻ്റ് ആണേ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇതിൻ്റെ അടിയിലാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ബ്ലാക്ക് കളറ്
ഒരു 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 ക്രോപ്പ് ടോപ്പ് അല്ല, ഇതിൻ്റെ അടിയിൽ ഒരു ബ്ലാക്ക് കളർ ടോപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാനത് വീഡിയോയിൽ കാണിച്ചു തരാം. ഇതേണ്ട അതിൻ്റെ അടിയിൽ ഞാനാണെങ്കിൽ ഈ ബ്ലാക്ക് കളർ ഈ ടോപ്പ് ഇട്ടതിന് ശേഷമാണ് ഇതിടാറ്. എന്നിട്ട് അതിനകത്ത് ഇത് ഞാൻ ഇൻ ചെയ്തിട്ടാണ് ഈ സ്കേർട്ടിനോട് ഇടാറ്. സോ അത് നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ ഒരു ടീഷർട്ടാണ്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇതിൽ കമ്പിളി കൂട്ട് ഉള്ളൊരു സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ കറക്റ്റ് പേര് സ്വെറ്റ് ഷർട്ട് ഇതാണോ അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയില്ല. സോ ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മീഷോയിൽ നമ്മൾ ഓർഡർ ചെയ്ത് മേടിച്ച ഞാൻ പെയർ ചെയ്യുന്നത് ഇത് നമ്മുടെ മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. ഇങ്ങനെ മറ്റേ കാലിൻ്റെ അവിടെ ഇങ്ങനെ കുറച്ച് കട്ടായിട്ട് എടുക്കുന്ന സംഭവമാണ്. വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെയുള്ളൂ, ബട്ട് ഇടുമ്പോഴത്തേനും പെയർ ചെയ്യുമ്പോൾ നല്ലതാണ്. ഇത് നമ്മുടെ മീഷോയിൽ നിന്നാണ് എടുത്തത്. ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളി സാധനമാണ്. ഞാൻ ഓർഡർ ചെയ്ത സംഭവം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സൈസ് ഞാൻ കൊടുത്തിട്ടുള്ളത് വെച്ചാൽ ഇത് 34 ആയിരുന്നു. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 1799 ആയിരുന്നു. മീഷോയിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല, ഞാൻ എടുത്ത സാധനം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടാണ് ഞാൻ പെയർ ചെയ്യുന്നത്. ആ വീഡിയോ നമുക്ക് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ അടുത്തത് ആ നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ വേറൊരു കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാണിച്ചു തരാം. ഇത് നേരത്തെ കാണിച്ച ആ ഷർട്ടിൻ്റെ കൂട്ട് തന്നെയുള്ള വേറൊരു കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതും ഞാൻ പെയർ ചെയ്യുന്നത് ഞാൻ നേരത്തെ കാണിച്ച ആ മറ്റേ പാൻറ്റില്ലേ, ആ ബാഗി, അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ പെയർ ചെയ്യുന്നത്. സോ ആ വീഡിയോയും കണ്ടിട്ട് വരാം. വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേനും എൻ്റെ ട്രൈപോഡിൻ്റെ ഒരു സുനാപ്ലി ഒടിഞ്ഞുപോയി. സോ അത് വീഡിയോ ഇങ്ങനെ ഒരുമാതിരിയില്ല, ലാലാട്ടിനെ കൂട്ടി ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ശരിയാക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഫോൺ അതിൽ മര്യാദയ്ക്ക് വെക്കാൻ പറ്റണില്ല. സോ പറ്റുന്ന കൂട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു ഡ്രസ്സായിരുന്നു, അതിനകത്ത് കാണിക്കാനുള്ളൊരു ടോപ്പായിരുന്നു. പക്ഷേ എന്താ പറയുക, ട്രൈപോഡ് ശരിയാവാത്ത കാരണം അത് വെച്ചിട്ട് എടുക്കാൻ പറ്റണില്ല. സോ ഇത് ട്രൈപോഡ് ശരിയാക്കിയതിന് ശേഷം ഞാനിത് യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇടാം. ഓക്കെ, ട്രൈപോഡിൻ്റെ കോൾ ഞാൻ കാണിച്ചിടാം. കണ്ടില്ലേ, ഇതാ അവസ്ഥ. ഇത് ഇട്ടാലിനകത്ത് ഇരിക്കത്തില്ല. ഓ ഗോഡ്, കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മേടിച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സ്. ഇനിയും കുറേ കൂടെയൊക്കെ ഉണ്ട്, പക്ഷെ ഞാനത് പക്ഷേ അത് നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നില്ല. കാരണം എനിക്ക് വയ്യ, മടിയായി, കുറേ ഇട്ടൂരി ഭയങ്കര പാടാണ്. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന അത്രയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉണ്ട്, അത് ഞാൻ വീഡിയോയിൽ ഇനി കാണിച്ചു തരാം. പിന്നെ മേടിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് ഈ 2 സോക്സും മേടിച്ചു. ഒന്നൊരു വൈറ്റ് കളറാണ്. ഒരു വൈറ്റ് കളറിനകത്ത് ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഒരു വൈറ്റ് കളറിനകത്ത് ഇങ്ങനെ ലവ് കൂട്ട് വരണ കണ്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട മേടിച്ചാണ്. എനിക്കിത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്ന് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് തന്നെ ഒരു ഗേൾ പവർ എന്ന് പറയുന്നൊരു വേറൊരു സോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്, ഇതിന് 49 ഉള്ളൂ. ഇതും 49 തന്നെ. ഇത് രണ്ടും സ്റ്റുഡിയോയിൽ നിന്നാണ്. സ്റ്റുഡിയോയിൽ നിന്ന് പിന്നെ കുറേ ലിപ്സ്റ്റിക് ഒക്കെ മേടിച്ചത് ഞാൻ ഓൾറെഡി വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. സോ ഇത് രണ്ടും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് പറയുമ്പോൾ ഇതൊരു വൈറ്റമിൻ സി ടോണറാണ്. ഈ ടോണറായി മേടിച്ചിട്ടുണ്ട്. അതായത് കുറേ എൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോണറാണ്. വൈറ്റമിൻ സി ആയതുകൊണ്ട് തന്നെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റനൊക്കെ ആക്കുന്നൊരു ടോണറാണ്. സോ ഇത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തെന്ന് പറയുമ്പോൾ ഇതാണ്. ഇതും സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ മേടിച്ചത്. ഇതിൻ്റെ പ്രൈസ് ഇത് 99 റുപ്പീസേ ഉള്ളൂ. ഇത് ഭയങ്കര ഞാൻ അങ്ങനെ പെർഫ്യൂം ഒന്നും അങ്ങനെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലും മേടിക്കുന്നില്ല. പക്ഷെ ഇതിൻ്റെ
സ്മെല്ല് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്തൊക്കെയോ ഓർമ്മ വരുന്നു ഈ ഒരു പെർഫ്യൂമിൻ്റെ. നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് ചില പെർഫ്യൂമിൻ്റെയൊക്കെ സ്മെല്ല് ഇങ്ങനെ നമുക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഏതെങ്കിലുമൊക്കെ നമ്മളുടെ ഒരു ലൈഫിലൊരു പർട്ടിക്കുലർ ടൈം നമുക്ക് ഓർമ്മ വരില്ല. അപ്പോൾ എനിക്ക് ഇതിൻ്റെ സ്മെൽ വരുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ഓർമ്മ വരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഇതിരിക്കട്ടെ എന്ന് അങ്ങനെ മേടിച്ചാണിത്. ഇത് ഇങ്ങനെ കിടക്കുന്നത് സ്റ്റുഡിയോ പോപ്പ് ഹെയർ എന്നാണ് കിടക്കുന്നത്. ഇത് 99 റുപ്പീസാണ്. ഇതും സ്റ്റുഡിയോയിൽ നിന്നാണ് മേടിച്ചത്. പിന്നെ എന്ന് പറയുമ്പോൾ ഇന്ന് 2 എന്താ ഷോർട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇതും ഒന്ന് വീണ്ടും ഭയങ്കര ക്യൂട്ടായിട്ട് ഇത് നമ്മുടെ സോക്സിനെ കൂട്ടില്ലേ, സോക്സ് മേടിച്ചതിനകത്ത്. അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ മേടിച്ച 2 സോക്സ് അല്ല ഷോർട്സ്. അപ്പോൾ ഇതൊന്നും എനിക്ക് ഇട്ട് കാണിക്കാൻ മേല ഗൈസ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ അടുത്തത് ഒരു ഓവർ സൈസ് ടീഷർട്ടാണ്. അതെ, എനിക്ക് ഈ ഓവർ സൈസ് ആയിട്ടുള്ള ടീഷർട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്യാവശ്യം. സോ അങ്ങനെ മേടിച്ചൊരു ടീഷർട്ടാണിത്. ഇത് സൈസ് XL ആണ്. പക്ഷെ ഞാൻ ഇടുമ്പോഴത്തേനും എൻ്റെ മുട്ടിൻ്റെ അങ്ങോട്ട് വരുന്നുണ്ട്. ഇതിനെന്ത് ചെയ്യുമോ എന്തോ. അപ്പോൾ ഇത്രയെല്ലാമാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. കുറച്ചും കൂടെയൊക്കെ ഉണ്ട്, അത് ഞാൻ വേറെ വീഡിയോയിൽ ഞാൻ ഇടാം. പിന്നെയെന്ന് പറയുമ്പോൾ ഞാൻ കുറേ എല്ലാവർക്കും ഞാൻ കുറച്ച് ഓൺലൈനിൽ നിന്നാണ് കുറച്ച് കൂടുതൽ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്, സ്കിൻ കെയർ പ്രോഡക്ട്സ് എടുത്തിട്ടുണ്ട്. ഞാൻ മേക്കപ്പ് സാധനങ്ങളൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. സോ അങ്ങനെ സാധനമൊന്നും മേടിച്ചിട്ടില്ല. ബാക്കി ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ സാൻഡിൽസ്, ചെരുപ്പ് കാണിച്ചിട്ട്. ഓക്കെ, ഇത് 2 സാൻഡിൽസ് മേടിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. എനിക്കിത് കണ്ടപ്പോൾ കുറച്ച് ക്യൂട്ടായിട്ട് തോന്നി, അങ്ങനെ ഞാൻ എടുത്തതാണ്. ഇതും സ്റ്റുഡിയോയിൽ നിന്ന് തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ പ്രൈസ് ഒന്നും ഇതിനകത്തില്ല, ഞാൻ എടുത്ത് കളഞ്ഞു എന്ന് തോന്നുന്നു. ഇത് യൂസ് ചെയ്തിട്ടില്ല, അവിടെ പോയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. സോ ഇതെല്ലാം എൻ്റെ അമ്മേൻ്റെ കസ്റ്റഡിയിലുള്ളതാണ്. അമ്മ എനിക്ക് തരത്തില്ല, കാരണം ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ എവിടേക്ക് ഇട്ട് നശിപ്പിക്കും. സോ അമ്മ എനിക്ക് തരാറില്ല. അപ്പോൾ ഇത് രണ്ടാണ്. എനിക്കത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നു. എനിക്ക് ഈ വൈറ്റ് കളറിനകത്ത് ഇങ്ങനെ ഈ പിങ്ക് അല്ലല്ലോ, ഇത് പിങ്ക് അല്ല, ലൈറ്റ് പർപ്പിൾ കൂട്ടും പിങ്ക് കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കളർ പറയുമ്പോൾ ഒന്നെങ്കിൽ എനിക്ക് ബ്ലാക്ക് കളർ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കളറൊക്കെ ഉള്ള ബേബി പിങ്ക്, അങ്ങനത്തെയൊക്കെ കളർ ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ മേടിച്ചാണ് ഇത് രണ്ടും. ഇനിയും കുറച്ചുകൂടെയൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഷൂ ഒക്കെ മേടിക്കാനുണ്ട്. പിന്നെ മെറ്റീരിയൽ എടുത്തിട്ട് എനിക്കൊരു ഡ്രസ്സ് തയ്ക്കാനുണ്ട്. സോ അങ്ങനത്തെ കുറച്ച് പരിപാടിയും കൂടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അന്ന് പോയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇത്രയും സാധനങ്ങളൊക്കെയാണ്. പർച്ചേസ് ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ എന്നെ കൊണ്ട് പറ്റുന്ന കൂട്ട് എല്ലാം കാണിച്ചിട്ട് ബാക്കി ഡ്രസ്സൊക്കെ എനിക്ക് ഇടാൻ ഭയങ്കര മടിയായി, കാരണം ഊരിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ. വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സോ അടുത്ത ഏതെങ്കിലും വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഗൈസ്. ബൈ.